Hello guys, welcome back to the channel Living the Dream USA. അപ്പോൾ ഇന്ന് നമ്മൾ ഹ്യൂസ്റ്റൺ പട്ടണം കഴിഞ്ഞ് കണ്ടോ അമ്പര ചുംബികളായ കെട്ടിടങ്ങൾ സാധാരണ അമേരിക്ക അല്ലെങ്കിൽ അമേരിക്കൻ സിനിമയിലൊക്കെ കാണുന്ന പോലെ ന്യൂയോർക്കിലൊക്കെ ഉള്ള പോലെ ആകപ്പാടെ ഹ്യൂസ്റ്റണിൽ 437 കെട്ടിടങ്ങളുണ്ട്. മെഡിക്കൽ സെൻ്ററുകളാണ് മോസ്റ്റ്ലി. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി നേതാക്കന്മാരൊക്കെ ഇവിടെ വന്ന് സർജറിക്കൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ഹ്യൂസ്റ്റൺ ഡൗൺ ടൗൺ കഴിഞ്ഞ് ആൽവിൻ എന്നുള്ളൊരു കൊച്ചു ഗ്രാമത്തെ ലക്ഷ്യമാക്കി നമ്മുടെ വണ്ടി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് വെള്ളം ഇഷ്ടം? ഞാൻ ഉദ്ദേശിച്ചത് നദികൾ ഇഷ്ടമില്ലാത്ത ഒരു പുഴയെ തേടി നമ്മളൊന്ന് യാത്ര പോവുകയാണ് ആൽവിൻ എന്നുള്ളൊരു കൊച്ചു ഗ്രാമത്തിലേക്ക്. വരൂ, നമുക്ക് പോകാം ജായ് ചായൻ്റെ ഫാം ലാൻഡിലേക്ക്. പിന്നെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ 1 ഏക്കർ റബ്ബർ തോട്ടം കഴിഞ്ഞ് അടുത്ത വീടെന്ന് പറഞ്ഞാൽ ഇവിടെ വീടുകൾ ഇങ്ങനെ സ്പേഷ്യസ് ആണ്. ഒരു വീട് കഴിഞ്ഞ് കുറച്ച് പറമ്പ്, പിന്നെ അവർക്ക് കുതിരയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ വലിയ ഫെൻസ് കെട്ടി വെച്ചിരിക്കുകയാണ്. എല്ലാവരുടെയും വീട്ടിൽ കുതിരയൊക്കെ ഉണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീൻ കൺട്രി സൈഡാണ്. നന്നായിട്ട് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹിറ്റ് വിക്കറ്റ് ആകുന്നത് തികച്ചും അസ്വാഭാവികമാണ്. എന്ത് പറയാൻ, പണി കിട്ടിയെന്ന് പറഞ്ഞാൽ അതേ കണ്ടോ. ന്യൂട്രൽ വളരെ സാഹസികം നിറഞ്ഞ ഈ യാത്രയിൽ ന്യൂട്രൽ റിവേഴ്സ് ഇട്ടോ. സകല മത്സ്യദൈവങ്ങളെയും ധ്യാനിച്ച് ഞാൻ വലയെറിഞ്ഞു. ഒരു പൂഞ്ഞാൻ പോലും കിട്ടിയില്ല, അതുകൊണ്ട് വല കാണിക്കുന്നില്ല. ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ നമ്മൾ ഇന്നത്തെ കൊറോണ ഗോയവേ ബെസ്റ്റ് ബിയർ ഇൻ അമേരിക്ക റൈറ്റ് നൗ. Hello guys, അതിസാഹസമൊന്നും ഞാൻ പറയല്ല. It was mere coincidence. We had fun in the farm, but we had an accident. നമ്മുടെ കൊണ്ടുപോയ വണ്ടി ചേറിനകത്ത് പൂണ്ടുപോയി. It was slushy. It was a marshy land. നമ്മുടെ കൂടെ വന്ന അയച്ചാൻ മണ്ണൊക്കെ ഇട്ട് നികത്തിയതായിരുന്നു. പക്ഷേ ഡ്യൂ ടു ദ റെയിൻ ഇറ്റ്സ് ഓൺ എ റിവർ ഫ്രണ്ട്. അങ്ങനെ രസകരമായി പിന്നെ കുറേ കന്നുകാലികളെ കാണുന്നു. ആട്, കഴുത, പശു. ഇറ്റ് വാസ് ഫൺ, ഇറ്റ് വാസ് ഗുഡ്. അപ്പോൾ നമ്മുടെ പ്രധാന സംഭവത്തിൻ്റെ അവിടെ എത്തിരിക്കേണ്ടതാണ് നമ്മുടെ ബോട്ട്. അതൊരു ഊഞ്ഞാലെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. ഹറിക്കെയിൻ സീസണിലൊക്കെ വെള്ളം പോയി കഴിഞ്ഞാൽ ഈ ബോട്ടിനെ കൊണ്ട് പോകും. അതുകൊണ്ട് അവന് നല്ല സെക്യൂർഡായിട്ട് ബോട്ട് ഷെഡിൽ സ്ട്രാപ്പ് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. അപ്പം മിസ്റ്റർ ജേക്കബ് ഈസ് ഡൂയിങ് ഓൾ ദ ടെക്നിക്കൽ pre-checks. Mr. Jacob knows what he needs to do. He's the captain of the ship. Guys, let's fill the fuel first. അതൊരു രജിസ്ട്രേഡ് ട്രെയിലർ ടെക്സസിൽ അല്ലേ? അതൊന്ന് പിടിച്ച അതിൻ്റെ നമ്പർ പ്ലേറ്റ്സ് അത് കെട്ടി വലിച്ചുകൊണ്ട് പോകുന്ന സാധനമല്ലേ? അപ്പോൾ ഈ കാണുന്ന ഓക്ക് മരം 100 വർഷം പ്രായമുള്ളൊരു വയസ്സി അമ്മച്ചിയാണ്. പടർന്ന് പന്തലിച്ച് ഇത്രയും തണലേകി ഈ എൻറ്റയർ പറമ്പിൽ ഒരു അതിൻ്റെ നിപ്പുണ്ട്. ഒരു ഗജരാജ ലുക്കല്ലേ, അതാണ് 100 വർഷമായ ഒരു ഓക്ക് മരം. നിങ്ങൾ കാണിച്ചു കണ്ടോ, വിണ്ട് കീറി അവൻ്റെ തടിയൊക്കെ കണ്ടോ. വാവ്, അവരുടെ മക്കളാണ് അടുത്ത് നിൽക്കുന്ന ചെറുമക്കളും കുട്ടിമക്കളും ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട് അല്ലേ. ഇതെല്ലാം ഓക്ക് ട്രീസ് ആണ്. ഇവിടെ ഒത്തിരി മഴ പെയ്യുന്ന സ്ഥലമായത്. ഇത് മീൻ പിടിച്ച് വെട്ടാനുള്ള
സംവിധാനമാണിത്. അപ്പോൾ ഞങ്ങൾ കളത്തിലിറങ്ങാൻ തുടങ്ങുകയാണ്. അതിശയകരമായൊരു സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 2 പേർക്കും നീന്തറിയത്തില്ല. ലൈഫ് ജാക്കറ്റിനെ വിശ്വസിച്ച് രണ്ടും കൽപ്പിച്ച് വെള്ളത്തിലോട്ട് എടുത്ത് ചാടുകയാണ്. ജായ്ച്ചാന്ന് പറഞ്ഞാൽ നല്ല കത്തി ഓടിയാണ്. എനിവേ ലെറ്റ്സ് എൻജോയ് ദ വാട്ടർ റൈഡ്. ജായ്ച്ച ട്രസ്റ്റ് ഇൻ യു. ലെറ്റ്സ് ഗോ. നമ്മൾ പോയ അത് ചോക്ലേറ്റ് ബായ് ഗാൽവെസ്റ്റൺ ബേയിലേക്ക് മെർജ് ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് സോൾട്ട് വാട്ടർ, ഫ്രഷ് വാട്ടർ സോൾട്ട് വാട്ടറുമായിട്ട് മിക്സ് മെർജ് ചെയ്യുന്നത്. അത് കൈൻഡ് ഓഫ് ബ്ലെൻഡ് ആവുന്നത് ആക്ച്വലി സോൾട്ട് വാട്ടർ കൂടെ. അപ്പം അങ്ങനെ ബോട്ട് സോൾട്ട് വാട്ടർ കൂടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ മോട്ടറിന് ഡാമേജ് ഉണ്ടാകും, അത് ക്ലീൻ ചെയ്യാതെ ഇട്ട് കഴിഞ്ഞാൽ. സോ വന്ന് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഫ്രഷ് വാട്ടർ കണക്ട് ചെയ്ത് റൺ ചെയ്യണം, എൻജിൻ റൺ ചെയ്യും. കാരണം എൻജിൻ്റെ അകത്തോടെ വെള്ളം പാസ് ചെയ്യില്ല. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വാട്ടർ വെല്ലിൻ്റെ അകത്തുനിന്ന് കണക്ട് ചെയ്ത് അത് ക്ലീൻ ചെയ്ത് മോട്ടർ. നമുക്ക് അതിനകത്ത് തന്നെ ബോർവെല്ലിന്റെ സംവിധാനമുണ്ട്. അതിനകത്ത് ബോർവെല്ലുണ്ട് അതിനകത്ത്. അപ്പൊ അതാ ഇങ്ങനെ പുകപ്പെടാന്ന് ജസ്റ്റ് റേസ് ചെയ്ത് നമ്മളൊന്ന്. അപ്പൊ അത് എന്ത് വിലയുള്ള ബോട്ടായിരുന്നു പറഞ്ഞത്? അതിന്റെ ഫ്രഷ് അതിന്റെ ബ്രാൻഡ് ന്യൂ മേടിക്കുകയാണെങ്കിൽ 30,000-40,000. 32,000, 34,000. സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ ഹാഫ് ദ പ്രൈസിന് കിട്ടും. Depending on the second hand, depending on the year and model. Actually, how many hours you are on? Mile, ഇത് ബോട്ട് മൈലല്ലേ വെക്കുന്നത്? ബോട്ടിന് മൈലല്ല, അവേഴ്സ്. Many hours you are on. പിന്നെ ബോട്ടിൽ പല സംവിധാനങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഡെപ്ത് അറിയാം അല്ലേ? അതിനകത്ത് ഡെപ്ത് ഫൈൻഡർ ഉണ്ട്, ഫിഷ് ഫൈൻഡർ ഉണ്ട്. ഫിഷ് ഫൈൻഡർ അത് ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫിഷ് ഫൈൻഡർ ഉണ്ട്, ഡെപ്ത് ഫൈൻഡർ ഉണ്ട്. അപ്പോൾ ഈ സ്പീഡ് ബോട്ടിലുള്ള ഈ യാത്രയ്ക്കൊരു പ്രത്യേക സുഖമുണ്ട്. നമ്മുടെ മുഖത്ത് ഇങ്ങനെ കാറ്റടിച്ച് നമ്മളിങ്ങനെ വെള്ളത്തിൻ്റെ മേളിൽ കൂടെ തെന്നി ഇവനിങ്ങനെ കുതിച്ച് പൊങ്ങി പായുമ്പോൾ ഇവൻ്റെ ചുണ്ടൊക്കെ ഇങ്ങനെ പൊങ്ങിയിരിക്കും. നല്ല രസമാണ്. ഒരു പ്രത്യേക ഫീലിംഗ്. ഇതിങ്ങനെ ഒരു ഭയങ്കര റിലാക്സിങ് ആണ്. അപ്പോൾ മാസത്തിലൊന്ന് ആഴ്ച ഞങ്ങളെ കൊണ്ടുപോകും. ദിസ് ഇസ് ഫൺ. ഇതിനൊക്കെ ഒരു യോഗം തന്നെ വേണം. ഭയങ്കര രസമാണ്. നാട്ടിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ കെട്ടുവെള്ളത്തെ സ്ലോ അല്ലേ, ഇത് വെടിച്ചിൽ സ്പീഡിൽ പോകാൻ പായാൻ പറ്റും. നല്ല 60 to 40 miles per hour. നല്ല രസമാണ്. ഇനി ഞങ്ങളിതാ വീണ്ടും തിരിച്ചു വന്നു. ഒരു റൗണ്ട് പോയിട്ട് തിരിച്ചു വന്നിരിക്കുക. So this is Mr. Ahmad. He came to save our vehicle stuck in the mud. He lives close by. He's enjoying his life. He's from Lebanon. He's a good man, good Samaritan. Thank you. Shukran jazilan. Tikram. That was good, huh? Yo. ലിവിന് ഇറങ്ങിക്ക്, ഞാൻ പിടിച്ചോളാം. നീന്താ അറിയോ? അത്രയും വെള്ളം ഉണ്ടോ? വേണ്ട, ഇല്ല. നീ തമ്മിട്ട് ഊത്തി നോക്കട്ടെ ഒരു മിനിറ്റ്. ഈ സ്ഥലത്തിന്റെ പേരെന്താ? Angleton. Be careful. Angleton. നമ്മുടെ നാട്ടിലൊക്കെ ഹൗസ് ബോട്ടിലൂടെ പോകുന്ന ഒരു പ്രതീതിയാണ്. ഞാൻ ചെറുപ്പത്തിൽ നമ്മുടെ പണ്ട് മാന്നാനത്തുനിന്ന് കുട്ടാമ്പറത്തുനിന്ന് ബോട്ട് കയറി മണിയാവറമ്പ് വഴി പുഞ്ച വഴി തണ്ണീർമുക്കം ബണ്ടിനിക്കര ഒരു സ്റ്റോപ്പ് അവിടെ ഇറങ്ങുന്നത് ലൈൻ ബോട്ട്. അപ്പോൾ അത് 2 വശത്തും വീട്ടുകാർ പാത്രം കഴുകുന്നു, മീൻ പിടിക്കുന്നു, മീൻ വെട്ടുന്നു, ആ ഒരു പ്രതീതി അവിടെ. പക്ഷെ ഇവിടെ ഇച്ചിരി ഹൈ എൻഡ് വീടുകളും എല്ലാവർക്കും സ്വന്തമായിട്ടുള്ള സ്പീഡ് ബോട്ടുകളും ഒക്കെ ആയിട്ട് ഇവിടെ അമേരിക്കയിൽ നോക്കി 2 സൈഡിലും ഒരു ചങ്ങാടവും ഇതൊക്കെ കെട്ടി അവർക്ക് വണ്ടി വരുന്നു. അവിടെ ബോട്ട് ലോഞ്ച് ചെയ്യാനുള്ള പാഡും ഒരു പ്രത്യേക ഓർമ്മയാണ്. ഈവൻ നമ്മൾ നാട്ടിലിപ്പോൾ ഹൗസ് ബോട്ടിൽ പോകുമ്പോൾ ഇതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ആൾക്കാരൊക്കെ ഇച്ചിരി അഡ്വാൻസ് റിസോർട്ട് പോലെയൊക്കെ ഇത് ഇവരുടെ റെസിഡൻസ് ആണ്. അപ്പം ഈ റിവർ ഫ്രണ്ട് വീടാക്കി ജീവിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെയൊക്കെ വീട് മേടിക്കാൻ സാധിക്കും. ശ്രദ്ധിച്ചോണേ.
ഈ ബോട്ട് തിരിച്ച് കയറുമ്പോഴും വളരെ ശ്രദ്ധിക്കാനുണ്ട്. കറക്റ്റ് ഈ ബോട്ട് വിരലോട്ട് വന്ന് കയറണം. അപ്പോൾ ഒരു പങ്കായത്തിൻ്റെ സഹായത്തോടെ സൈഡിൽ ഇടിക്കാതെ അത് വന്ന് കയറുന്നത് ഓളം തള്ളും. ഇവിടുന്ന് ഈ രണ്ട് സൈഡിൽ നിന്നും ഇപ്പോൾ വേറൊരു ബോട്ട് ഇപ്പോൾ സൈഡിൽ പോവുകയാണെങ്കിൽ വേവ്സ് ഉണ്ടാകും. അപ്പോൾ അത് കറക്റ്റായിട്ട് ജായ്ച്ചാൻ അവിടെ പാർക്ക് ചെയ്യാണ്. അപ്പം ലിപിൻ്റെ സഹായത്തോടെ സംഭവം അകത്ത് കയറ്റിയിടുകയാണ്. നമ്മുടെ ഇന്നത്തെ സാഹസിക യാത്ര കഴിഞ്ഞ് anyway we enjoyed. Okay. Perfect. Thank you. ഇനി ലിപിനങ്ങ് ഇറങ്ങിയിട്ട് അങ്ങ് വലിച്ചതായിരിക്കും നല്ലത്. محمود كيف حالك محمود؟ ഇതിനെ കിട്ടുന്നുണ്ട് അതേത്? ഓ അത് Are you okay? Yeah, he didn't hit me. അപ്പോൾ ജായ്ച്ചാനോട് പോയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബോട്ട് ഓടിക്കാനൊക്കെ തരും. അല്ലെങ്കിൽ നാട്ടിലിപ്പോൾ ഇതുപോലൊരു സെറ്റപ്പിൽ ഇപ്പോൾ നമുക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അതിന് പ്രത്യേക ലൈസൻസും കാര്യം ഉണ്ടോ. നമുക്ക് ഓടുന്ന ബോട്ട് നമുക്ക് ഡ്രൈവർ മാറുന്നു. പുള്ളി നമ്മൾ പലരും മാറി. ഇത് കുറച്ച് കഴിയുമ്പം ഇപ്പം ഞാൻ ഓടിച്ചു കഴിഞ്ഞപ്പോൾ ജായ്ച്ചാൻ ഓടിച്ചു. ഇതിൻ്റെ ഇപ്പോൾ ലിവിൻ ഓടിക്കുന്നു. അതുകൊണ്ട് ഭയങ്കര ശരവേഗത്തിലാണ് പായുന്നതെങ്കിൽ നമുക്ക് ഡ്രൈവർ മാറാം. ഒരു കൈ കൊണ്ട് വളരെ ഈസി ആയിട്ട് മാനൂവർ ചെയ്യാൻ പറ്റും. വളരെ നൈസ്, ബ്യൂട്ടിഫുൾ ഈവനിങ്, വണ്ടർഫുൾ ഡേ. വീണ്ടും മുൻപോട്ട് പോകുമ്പോൾ ആൾക്കാരുടെ താമസ സ്ഥലങ്ങൾ കാണാം. അപ്പോൾ അവരുടെ ബോട്ട് യാർഡ്, ബോട്ട് പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളും എല്ലാം താമസക്കാരാണ് കേട്ടോ. ഇവിടുന്ന് ആൾക്കാർ ഏകദേശം സിറ്റിയിൽ പോയി സാധനങ്ങൾ മേടിച്ചിട്ട് ഇവിടെ വന്ന് ജീവിക്കുന്നുണ്ട്, സ്ഥിരമായിട്ട് താമസിക്കുന്നവരുണ്ട്. അത് റെൻ്റൽ പ്രോപ്പർട്ടീസ് കാണുന്നതിനകത്ത്. അപ്പോൾ ഈ റിവർ ഫ്രണ്ട്, വാട്ടർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ പ്രൈസ്ഡ് ആണ്. ഇവിടെ ഒരു പ്രത്യേക പാഷനാണ് ആൾക്കാർക്ക് ഇങ്ങനെ ഈ വെള്ളത്തിനോട്. അപ്പോൾ ഇവിടെ എല്ലായിടത്തും ഈ നദിക്കരയിലും അതുപോലെ തന്നെ ബീച്ചിൽ, എസ്പെഷ്യലി ഗാൽവെസ്റ്റൺ ബീച്ചിലൊക്കെ ഓരോ കോണ്ടോമിനിയത്തിലും അപ്പാർട്ട്മെൻറ്റിനൊക്കെ നല്ല വില കൂടുതൽ. ഇത് കണ്ടോ ആൾക്കാരിങ്ങനെ വീട് വെച്ച് രണ്ട് സൈഡിലും ജീവിക്കുന്നു. വളരെ നന്നായിട്ട് കെട്ടി കാണാനൊക്കെയാണ് നല്ല രസമാണ് അതിൻ്റെ സൈഡിൽ കൂടെയുള്ള ആ ഒരു യാത്ര. ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ നാട്ടിലെ ആ ഒരു ഹൗസ് ബോട്ട് യാത്രയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഓർമ്മയായിരുന്നു ഇതിൻ്റെ പോയത്. ഇന്നത്തെ വളരെ രസകരമായ ഫിഷിംഗ് യജ്ഞം ഞങ്ങൾ അവസാനിക്കുകയാണ്. മീനൊന്നും കിട്ടിയില്ല, ബട്ട് ഇറ്റ് വാസ് ഫൺ. ഇതുണ്ടോ നല്ല പ്രശാന്തമായിട്ട് ഒഴുകുന്ന ഈ തോടാണ്. നമ്മുടെ നാട്ടിലൊരു കായൽ പോലെ. അപ്പോൾ ഇതിൽ ഞങ്ങൾ ബോട്ട് ഇതിലൊക്കെ പോയി. അതിൻ്റെ